വളരെ സ്നേഹമുള്ളവരെ, ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് യേശു മിശിഹ ജെറുസലം രാജവീഥികളിലൂടെ ജെറുസലം ദേവാലയത്തിലേക്ക് എഴുന്നള്ളിയത് ഇന്ന് നമ്മൾ ആചാരപരമായി അനുസ്മരിക്കുകയും, കർത്താവ് അന്ന് ജെറുസലത്തേക്ക് പ്രവേശിച്ചത് പീഡകൾ സഹിച്ച് കുരിശുമരണം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് തിരിച്ചറിയാതെ ജനം മുഴുവനും അത് വലിയൊരു ഉത്സവമാക്കി വളരെ ആവേശത്തോടെ ഹൃദയം പൊട്ടുമാറും ഉച്ചത്തിൽ യേശുവിന് ജയ് വിളിച്ചും ഓശാന പാടിയും അവരത് ആഘോഷമാക്കി. അവരുടെ ഹൃദയ വിചാര വികാരങ്ങളോടുകൂടി നമുക്കും യേശുവിന് ജയ് വിളിക്കാം, ഓശാന പാടാം. ഓശാന എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കർത്താവെ ഞങ്ങൾ രക്ഷിക്കണേ എന്നാണ്. അത് പ്രാർത്ഥനയാക്കി മാറ്റിക്കൊണ്ട് ഈ ശുശ്രൂഷയിൽ നമുക്ക് പങ്കെടുക്കാം. മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ട്, ഇതും സാരമില്ല. ഇവിടുത്തെ ശുശ്രൂഷകൾ നമ്മൾ പെട്ടെന്ന് അവസാനിപ്പിക്കും. പള്ളിയിൽ ചെന്നിട്ടാണ് വിശുദ്ധ കുർബാന ആരംഭിക്കുക. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശിക്ഷിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. മഹത്വത്തിന്റെ രാജാവായ മിശിഹായെ, വിനീതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് ജെറുസലേം ദേവാലയത്തിലേക്ക് എഴുന്നള്ളിയ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നീതിമാനും പ്രതാപവാനുമായ രാജാവെ, അങ്ങേക്ക് അവസാനം പാടിയ സിയോൻ മക്കളുടെ കീർത്തനങ്ങളോടുകൂടി ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തുതിഗീതങ്ങളും സ്വീകരിക്കണമേ. ഓശാന പാടി അങ്ങേ എതിരേറ്റ ജനങ്ങളെ പോലെ സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് അങ്ങേ എതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. അങ്ങയുടെ സഹനത്തിലും മരണത്തിലും ഉത്ഥാനത്തിലും പങ്കുചേർന്ന് ഈ പെസഹ രഹസ്യങ്ങൾ അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ഭൂവാസികളെ, കർത്താവിനെ സ്തുതിക്കുവിൻ, സന്തോഷപൂർവ്വം അവനെ ശുശ്രൂഷ ചെയ്യുവിൻ. കർത്താവ് ആഗതനാകുമ്പോൾ നീതിമാന്മാർ മഹത്വമണിഞ്ഞ് എതിരേൽപ്പിനായി അണയുന്നു, മേഘനിരകളിലേക്ക് പറന്നുയരുന്നു. നാമല്ല, അവനാണ് നമ്മെ സൃഷ്ടിച്ചത്, നാം അവന്റെ ജനവും മെച്ചിൽ സ്ഥലത്തെ അജഗണവുമാകുന്നു. കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് അങ്കണത്തിലേക്ക് പ്രവേശിക്കുവിൻ. എന്തെന്നാൽ കർത്താവ് നല്ലവനാകുന്നു, അവന്റെ കൃപ ശാശ്വതമാകുന്നു, വിശ്വസ്തത തലമുറകളോളം നീളുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതലെന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 21. അവർ ജെറുസലേമിനെ സമീപിക്കവേ ഒലിവുമലയ്ക്കരികെയുള്ള ബെത്ഫഗയിലെത്തി. അപ്പോൾ യേശു തന്റെ 2 ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചയച്ചു: എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ. അവിടെ ഒരു കഴുതയെയും അടുത്ത് അതിന്റെ കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് ഉടനെ നിങ്ങൾ കാണും. അവയെ അടിച്ച് എന്റെ അടുക്കൽ കൊണ്ടുവരിക. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക. അവൻ ഉടനെ തന്നെ അവയെ വിട്ടുതരും. പ്രവാചകൻ വഴി പറയപ്പെട്ട വചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. സിയോൻ പുത്രിയോട് പറയുക, ഇതാ നിന്റെ രാജാവ് വിനയാന്വിതനായി കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് നിന്റെ അടുത്തേക്ക് വരുന്നു. ശിഷ്യന്മാർ പോയി യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. അവർ കഴുതയെയും കഴുതക്കുട്ടിയെയും കൊണ്ടുവന്ന് അവയുടെ മേൽ വസ്ത്രങ്ങൾ വിരിച്ചു. അവൻ കയറിയിരുന്നു. ജനക്കൂട്ടത്തിൽ വളരെ പേർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. മറ്റു ചിലരാകട്ടെ വൃക്ഷങ്ങളിൽ നിന്ന് ചില്ലകൾ മുറിച്ച് വഴിയിൽ നിരത്തി. യേശുവിന് മുമ്പിലും പിമ്പിലും നടന്നിരുന്ന ജനങ്ങൾ ആർത്തു വിളിച്ചു:
ദാവീദിന്റെ പുത്രന് ഹോസാന. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഹോസാന. അവൻ ജെറുസലേമിൽ പ്രവേശിച്ചപ്പോൾ നഗരം മുഴുവൻ ഇളകി വശായി. ആരാണിവൻ എന്ന് ചോദിച്ച് ജനക്കൂട്ടം പറഞ്ഞു, ഇവൻ ഗലീലയിലെ നസ്രത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശുവാണ്. യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെയെല്ലാം പുറത്താക്കി. നാണയമാറ്റക്കാരുടെ മേശകളും പ്രാവ് വിൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങളും അവൻ തട്ടിമറിച്ചിട്ടു. അവൻ അവരോട് പറഞ്ഞു, എന്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. നിങ്ങളോ അത് കവർച്ചക്കാരുടെ ഗുഹയാക്കുന്നു. അന്ധന്മാരും മുടന്തന്മാരും ദേവാലയത്തിൽ അവന്റെ അടുത്തെത്തി. അവൻ അവരെ സുഖപ്പെടുത്തി. അവൻ ചെയ്ത വിസ്മയകരമായ പ്രവൃത്തികളെയും ദാവീദിന്റെ പുത്രന് ഹോസാന എന്ന് ഉദ്ഘോഷിച്ച് ദേവാലയത്തിൽ ആർപ്പുവിളിക്കുന്ന കുട്ടികളെയും കണ്ടപ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും രോഷാകുലരായി. അവർ അവനോട് പറഞ്ഞു, ഇവരെന്താണ് പറയുന്നതെന്ന് നീ കേൾക്കുന്നില്ലേ? യേശു പ്രതിവചിച്ചു, ഉവ്വ്. ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും അധരങ്ങളിൽ നീ സ്തുതി ഒരുക്കി എന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലേ? അനന്തരം അവൻ അവരെ വിട്ട് നഗരത്തിൽ നിന്ന് ബഥാനിയയിലേക്ക് പോയി അവിടെ താമസിച്ചു. ഞങ്ങളുടെ നാഥനും രക്ഷകനും രാജാധിരാജനുമായ മിശിഹായെ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ജെറുസലേം പട്ടണത്തിലേക്കുള്ള ആഘോഷപൂർവമായ അങ്ങയുടെ പ്രവേശനത്തിന്റെ ഓർമ്മ കൊണ്ടാടുവാൻ ഒരുമിച്ചുകൂടിയിരിക്കുന്ന ഈ സമൂഹത്തെ തൃക്കൺ പാർക്കണമേ. സൈത്തൻ കൊമ്പുകൾ പിടിച്ചുകൊണ്ട് അങ്ങേ എതിരേറ്റവരെ അനുഗ്രഹിച്ച മിശിഹായെ അങ്ങയുടെ വലതുകരം നീട്ടി ഈ കുരുത്തോല ആശീർവദിക്കണമേ. ഞങ്ങളെയും ഈ കുരുത്തോല സ്ഥാപിക്കുന്ന ഭവനങ്ങളെയും സ്ഥാപിക്കപ്പെടുന്ന സ്ഥലങ്ങളെയും അങ്ങയുടെ കൃപാവരം കൊണ്ട് നിറയ്ക്കണമേ. ഓശാന പാടി ഇന്ന് അങ്ങേ എതിരേൽക്കുന്ന ഞങ്ങൾ മഹത്വപൂർണമായ അങ്ങയുടെ പ്രത്യാഗമനത്തിൽ അങ്ങേ എതിരേൽക്കുവാനും സ്വർഗീയ ജെറുസലേമിൽ പ്രവേശിച്ച് ആനന്ദപൂർവ്വം അങ്ങയെ സ്തുതിക്കുവാനും അർഹരാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. കർത്താവിൻ പൂജിതനാമത്തിൽ വന്നവനെ വാഴ്ത്തി പാടിടുവിൻ. കർത്താവിൻ പൂജിതനാമത്തിൽ വന്നവനെ വാഴ്ത്തി പാടിടുവിൻ. വേദിയിലോശാന, ദാവീദിൻ സൂനുവിനോശാന. ഹോശാന ഹോശാന ദാവീദിൻ സുതനോശാന. ഹോശാന ഹോശാന ദാവീദിൻ സുതനോശാന. കർത്താവിൻ പൂജിതനാമത്തിൽ വന്നവനെ വാഴ്ത്തി പാടിടുവിൻ. കർത്താവിൻ പൂജിതനാമത്തിൽ വന്നവനെ വാഴ്ത്തി പാടിടുവിൻ. വേദിയിലോശാന, ദാവീദിൻ സൂനുവിനോശാന. ഹോശാന ഹോശാന ദാവീദിൻ സുതനോശാന. ഹോശാന ഹോശാന ദാവീദിൻ സുതനോശാന. ബാലകരും തീർത്ഥകരും നാഥനു ജയഗാനം പാടുന്നു. ബാലകരും തീർത്ഥകരും നാഥനു ജയഗാനം പാടുന്നു. പുതുമലരും തളിരിലയും നാഥനു ജയഗാനം പാടുന്നു. ഹോശാന ഹോശാന ദാവീദിൻ സുതനോശാന. ഹോശാന ഹോശാന ദാവീദിൻ സുതനോശാന. Hosanna, Hosanna,
സനിതാ പ്രതാപവാനായി വരുന്നു പൊന്നി കീർത്തന വീതികളിൽ ഓശാന ഓശാന ദാവീദിൻ സുതനോശാന ഓശാന ഓശാന ദാവീദിൻ സുതനോശാന വിനീതനായൊരു കഴുതക്കുഞ്ഞു പുറത്തെഴുന്നള്ളി സൈറ്റിൽ ചില്ലകൾ വിതറിയ വഴി വരുന്നു ദൈവസുതൻ വിനീതനായൊരു കഴുതക്കുഞ്ഞു പുറത്തെഴുന്നള്ളി സൈറ്റിൽ ചില്ലകൾ വിതറിയ വഴി വരുന്നു ദൈവസുതൻ ഓശാന ഓശാന ദാവീദിൻ സുതനോശാന ഓശാന ഓശാന ദാവീദിൻ സുതനോശാന പ്രതാപവാനായി വരുന്നു പൊന്നി കീർത്തന വീതികളിൽ ഓശാന ഓശാന ദാവീദിൻ സുതനോശാന ഓശാന ഓശാന ദാവീദിൻ സുതനോശാന വിനീതനായൊരു കഴുതക്കുഞ്ഞു പുറത്തെഴുന്നള്ളി സൈറ്റിൽ ചില്ലകൾ വിതറിയ വഴി വരുന്നു ദൈവസുതൻ വിനീതനായൊരു കഴുതക്കുഞ്ഞു പുറത്തെഴുന്നള്ളി സൈറ്റിൽ ചില്ലകൾ വിതറിയ വഴി വരുന്നു ദൈവസുതൻ ഓശാന ഓശാന ദാവീദിൻ സുതനോശാന ഓശാന ഓശാന ദാവീദിൻ സുതനോശാന പ്രതാപവാനായി വരുന്നു പൊന്നി കീർത്തന വീതികളിൽ ഓശാന ഓശാന ദാവീദിൻ സുതനോശാന ഓശാന ഓശാന ദാവീദിൻ സുതനോശാന വിനീതനായൊരു കഴുതക്കുഞ്ഞു പുറത്തെഴുന്നള്ളി സൈറ്റിൽ ചില്ലകൾ വിതറിയ വഴി വരുന്നു ദൈവസുതൻ വിനീതനായൊരു കഴുതക്കുഞ്ഞു പുറത്തെഴുന്നള്ളി സൈറ്റിൽ ചില്ലകൾ വിതറിയ വഴി വരുന്നു ദൈവസുതൻ ഓശാന ഓശാന ദാവീദിൻ സുതനോശാന ഓശാന
പ്രതാപവാനായി വരുന്നു പൊന്നി കീർത്തന വീചികളിൽ ഓശാന ഓശാന ദാവീദിൻ സുതനോശാന ഓശാന ഓശാന ദാവീദിൻ സുതനോശാന വിനീതനായൊരു കഴുതൽ കുഞ്ഞ് പുറത്തെഴുന്നള്ളി സൈത്തിൻ ചില്ലകൾ വിതറിയ വഴി വരുന്നു ദൈവസുതൻ വിനീതനായൊരു കഴുതൽ കുഞ്ഞ് പുറത്തെഴുന്നള്ളി സൈത്തിൻ ചില്ലകൾ വിതറിയ വഴി വരുന്നു ദൈവസുതൻ ഓശാന ഓശാന ദാവീദിൻ സുതനോശാന ഓശാന ഓശാന ദാവീദിൻ സുതനോശാന പാലിക്കുമാരുടെ തീർത്ഥമുയരുമ്പോ കാലന്മാരുടെ കയ്യിൽ ചില്ലരും താളം തുള്ളുന്നു ഓശാന ഓശാന ദാവീദിൻ സുതനോശാന ഓശാന ഓശാന ദാവീദിൻ സുതനോശാന വാതിലുകളെ ശിരസുയർത്തുവിൻ, നിത്യകവാടങ്ങളെ തുറക്കുവിൻ, മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു. പ്രതാപവാനും ശക്തനുമായ കർത്താവ് തന്നെ. വാതിലുകളെ ശിരസുയർത്തുവിൻ, നിത്യകവാടങ്ങളെ തുറക്കുവിൻ, മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു. പ്രതാപവാനും ശക്തനുമായ കർത്താവ് തന്നെ. വാതിലുകളെ ശിരസുയർത്തുവിൻ, നിത്യകവാടങ്ങളെ തുറക്കുവിൻ, മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു. പ്രതാപവാനും ശക്തനുമായ കർത്താവ് തന്നെ. Hallelujah.